എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? ഓണമൊക്കെ ആഘോഷിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ ഓണം? എൻ്റെ ഈ പ്രാവശ്യത്തെ ഓണം അടിപൊളിയായിരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. കാരണം കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം, എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. വോമിറ്റിംഗ് ഉണ്ടായിരുന്നു, നാവിലൊക്കെ നന്നായിട്ട് ബേണായിട്ട് കീമോ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു, മര്യാദയ്ക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയോ മക്കളൊക്കെ താങ്ങി പിടിച്ചിട്ട് ഒന്നോ രണ്ടോ ഉരുള എങ്ങനെയോ ഞാൻ കഷ്ടപ്പെട്ട് ഇറക്കിയതാണ് ഓണസദ്യ. അതിനെ വോമിറ്റും ചെയ്തു പോയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ കിച്ചണിൽ കയറി ഓണസദ്യ ഉണ്ടാക്കി. മാത്രമല്ല, രാത്രി ഒരു 7 മണി തൊട്ട് ഒരു 1 മണി 1:30 വരെ ഞങ്ങളെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. ആ ഒരു സെലിബ്രേഷനിൽ നന്നായിട്ട് ഡാൻസ് ചെയ്തു, ഹാപ്പിയായി. എൻജോയ് ചെയ്യാൻ കിട്ടുന്ന ഒരു സമയവും നമ്മൾ വെറുതെ കളയരുത്. അത് ഈ ക്യാൻസറിൻ്റെ സിറ്റുവേഷനിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മുടെ ലൈഫ് നമ്മൾ എപ്പോഴും ആഘോഷമാക്കിക്കൊണ്ടിരിക്കുക. സന്തോഷിക്കാൻ കിട്ടുന്ന സമയം നമ്മൾ അത് വിട്ട് കളയാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇന്ന് മാന്ത്രികം 23ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ മാന്ത്രികം എന്ന ബുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ, അത് വായിക്കുന്നതിന് മുമ്പാണെങ്കിൽ, നമ്മൾ ശ്വസിക്കുന്ന വായുവിന് നന്ദി പറയണം എന്നാരെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയും അവർക്ക് വട്ടാണെന്ന്. കാരണം ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഓരോ രൂപയും ചിലവില്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനത്തിന് നമ്മൾ എന്തിനു നന്ദി പറയണം? അത് നമ്മുടെ അവകാശമാണ്. അങ്ങനെ ഒരു ചിന്തയല്ലേ നമുക്കുള്ളതല്ലേ? നമ്മളതിനെക്കുറിച്ചൊന്നും ഗൗരവമായിട്ട് ചിന്തിക്കാറില്ല. എന്നാൽ ദൈനംദിന ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന ചെറിയ അസ്വസ്ഥതകൾ പോലും നമുക്ക് മറികടക്കാൻ പറ്റുകയും നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ അത്ഭുത ശക്തിയിലേക്ക് കണ്ണും മനസ്സും തുറക്കാൻ പറ്റുകയും ചെയ്യും ഈ ബുക്ക് നമ്മൾ പരിശീലിക്കുമ്പോൾ. അങ്ങനെ നമ്മൾ ശ്വസിക്കുന്ന വായുവിന് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ ആഴത്തിൽ പോവുകയാണ് നമ്മൾ. പുല്ലിനോടും പൂവിനോടും മഞ്ഞിനോടും ഒരു പുൽനാമ്പിനോട് പോലും കൃതജ്ഞത ഉള്ളവരായിരിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിലേക്ക് ഐശ്വര്യം വരുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മുടെ തേടിയെത്തുന്നത്. അല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രം നമുക്കത് ലഭിക്കാൻ വേണ്ടി നന്ദി പറയുന്നതിനപ്പുറത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാറില്ലേ, നിങ്ങൾക്ക് കിട്ടുന്ന 10 അനുഗ്രഹങ്ങൾക്ക് ഡെയിലി നന്ദി പറയാൻ. അപ്പോൾ നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു പോവില്ലേ? പക്ഷേ ഇത്തരം കുഞ്ഞു കാര്യങ്ങൾക്കാണ് നമ്മൾ നന്ദി പറയേണ്ടത്. നമ്മൾ ശ്വസിക്കുന്ന വായുവിന്, നമ്മുടെ മൂക്കിന്, ശ്വസന നാളിക്ക്, നമ്മുടെ ലെൻസിന്, നമുക്ക് ഒരു സെക്കൻഡ് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അപ്പം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജനും പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും നമ്മൾ നന്ദി രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഹാപ്പിയാവും. ഇത് മാത്രമല്ല, നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ പറയാതെ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സാധ്യമാവും. ഈ 23ാമത്തെ ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രാണവായുവിന് നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ്. അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. ഒന്നിനു പിന്നാലെ ഒന്നായി ശ്വാസമെടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല നമുക്ക് ശ്വസിക്കാനായി എല്ലായ്പ്പോഴും വായു ഉണ്ടെന്ന്. നമ്മുടെ ശരീരത്തിൽ ധാരാളം ആയുള്ള ഘടകങ്ങളിൽ ഒന്നാണ് ഓക്സിജൻ. നമ്മൾ ശ്വസിക്കുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും വളർത്തി നമ്മളെ ജീവനോടെ നിലനിർത്തുന്നു. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വിലപിടിച്ച സമ്മാനമാണ് വായു. എന്തെന്നാൽ വായു ഇല്ലെങ്കിൽ നമ്മളൊരാളും ഏതാനും മിനിറ്റുകൾക്കപ്പുറം ജീവിച്ചിരിക്കില്ല. എല്ലാം കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി പ്രയോഗിക്കാൻ ആദ്യമായി ആരംഭിച്ചപ്പോൾ എനിക്ക് ആഗ്രഹമുള്ള ധാരാളം സ്വകാര്യ കാര്യങ്ങൾക്കായാണ് ഞാനത് ഉപയോഗിച്ചത്. എന്നാൽ എൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ സമ്മാനങ്ങൾക്കായി നന്ദി പ്രകാശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കൃതജ്ഞതയുടെ അപാരമായ ശക്തി അനുഭവിക്കാൻ തുടങ്ങി. ഒരു സൂര്യോദയത്തോടും വൃക്ഷത്തോടും സമുദ്രത്തോടും പുൽനാമ്പിലും മഞ്ഞുതുള്ളിയോടും എൻ്റെ ജീവിതത്തോടും അതിലെ ആളുകളോടും ഞാൻ കൃതജ്ഞത ഉള്ളവളായി. ഞാൻ കണ്ട സ്വപ്നങ്ങൾ എല്ലാ കാര്യങ്ങളിലും എന്നിലേക്ക് അത്ഭുതകരമായിട്ട് പ്രവഹിക്കാൻ തുടങ്ങി. സത്യമാണ് ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാനും ഇപ്പം അത് അനുഭവിക്കാൻ തുടങ്ങി. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തി. ഞാൻ ഇത്രയും എനർജറ്റിക്കായി. ഞാൻ ഇപ്പോൾ ഓണത്തിന് ഡാൻസ് ചെയ്തപ്പം എല്ലാവരും പേടിക്കായിരുന്നു, അയ്യോ എനിക്കിങ്ങനെ ഇത്രയും എനർജറ്റിക് ആയിട്ട് കളിക്കാൻ പറ്റുമോ? പറ്റും. ഞാൻ അത്രയും എനർജറ്റിക്കാണ്. കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്, ടയേർഡാവും. പക്ഷേ എന്നിൽ, ഈ പ്രപഞ്ചത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവനവനിലുള്ള വിശ്വാസം ഉറപ്പാണത്. അത് കൃതജ്ഞതയുടെ അപാര ശക്തിയാണ്. എൻ്റെ ഹെൽത്തിന് ഞാൻ
നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നതിന് എൻ്റെ ഹാർട്ടിന് ക്യാൻസർ വന്നു, അത് എത്രയും പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി. അതിൻ്റെ കുറച്ച് ക്ഷീണമുണ്ട്, അത് മറികടക്കുകയാണ് ഞാൻ. അത് കൃതജ്ഞതയാണ് എന്നെ ഇപ്പോഴും നിലനിർത്തുന്നത്. ഞാനിപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എങ്ങനെയായിരുന്നു അതെനിക്കൊരു ഓർമ്മ മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞ ഓണം എന്നുള്ളത്. ഈ പ്രാവശ്യമോ ഞാൻ എന്തുമാത്രം ഹാപ്പി ആയിട്ടാണ് ഓണം സെലിബ്രേറ്റ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കരുതിയിരുന്നോ ഞാൻ അങ്ങനെ ഇത്രയും ഹാപ്പി ആയിട്ട് ഡാൻസൊക്കെ ചെയ്ത് ഈ പ്രാവശ്യം ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നു? കാരണം ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു. അതിപ്പോഴും ഞാൻ പൂർവാധിക ശക്തിയോട് വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിനോട്, പ്രപഞ്ചത്തിലെ ഓരോ അണുവിനോട് ഞാൻ എനിക്ക് തന്നിട്ടുള്ള, ഈശ്വരൻ തന്നിട്ടുള്ള, ഈ പ്രപഞ്ചം തന്നിട്ടുള്ള, ശ്വസിക്കാൻ തുടങ്ങിയിട്ടുള്ള കഴിവിനോട്, എൻ്റെ പൂർണ്ണ ആരോഗ്യത്തിനോട് ഞാൻ കൃതജ്ഞതയുള്ളവളായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ് പ്രാണവായുവിനെ. എങ്ങനെയാണെന്നല്ലേ, രാവിലെ പ്രഭാതത്തിലാണ് ഇത് ചെയ്യാൻ ഏറ്റവും നല്ലത്. നിങ്ങൾ നടക്കുകയാണെങ്കിൽ, പുറത്ത് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നല്ലത്. നമ്മൾ ഉള്ളിലേക്ക് ഓക്സിജൻ എടുക്കുന്നത് നമ്മളറിയാം. നന്ദി. ആ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തേക്ക് വിടുമ്പം നന്ദി. അങ്ങനെ 5 പ്രാവശ്യം. ഇത് നിങ്ങൾക്ക് ഒരു ദിവസം എത്ര തവണ ചെയ്യാൻ പറ്റും അത്രയും തവണ ചെയ്യുക. ആ ചെയ്യുമ്പോൾ രാവിലെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അത് ഏറ്റവും പുറത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നല്ലത്. 5 പ്രാവശ്യമൊന്നുമില്ല. നന്ദി. നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും ഓക്സിജൻ പടരുന്നത്, നമ്മൾ വളരുന്നത്, നമ്മൾ ഹാപ്പി ആവുന്നത്, നമ്മുടെ ഓരോ അവയവങ്ങളും നന്നായിട്ട് പ്രവർത്തിക്കുന്നത് ഒക്കെ നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണ് ഈ 23ാമത്തെ ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. എന്തൊരു സുഖമായിരിക്കുന്ന അറിയോ, എന്തൊരു റിലാക്സ് ആയിരിക്കുന്ന അറിയോ. നിങ്ങൾ രാവിലെ ചെയ്താൽ ഉച്ചയ്ക്കോ പിന്നെ എപ്പോഴാണോ നിങ്ങൾക്ക് കൂടുന്നത്, നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ ഒന്ന് ഫ്രീ ആവുന്നത് ആ ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതിനായിട്ടൊരു ടൈമൊന്നും വേണ്ട. നമുക്ക് അതിലേക്ക് അങ്ങ് വരുമ്പോൾ നമ്മളതറിയാതെ നമ്മളത് ചെയ്തു പോകും. ഈവനിങ്ങിന് ചെയ്യാം, ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളൊന്ന് പുറത്തുനിന്ന് ചെയ്യണേ. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു ഫീൽ. ഒരു വ്യക്തി അയാൾ ശ്വസിക്കുന്ന വായുവിനോട് അങ്ങേയറ്റം കൃതജ്ഞതയുള്ളവരാകുമ്പോൾ അവരുടെ കൃതജ്ഞതയുടെ ശക്തി പുതിയ തലത്തിലേക്ക് എത്തുമെന്ന് പൗരാണിക പഠനങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ അവർ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗവും വിശ്രമമില്ലാതെ സ്വർണമാക്കി മാറ്റാൻ കഴിവുള്ള യഥാർത്ഥ അൽക്കമിസ്റ്റായിത്തീരുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്? നമ്മൾ ശ്വസിക്കുന്ന വായുവിന് മനസ്സറിഞ്ഞ് ഉള്ളറിഞ്ഞ് നമ്മൾ നന്ദി പറയാൻ പോവുകയാണ്. ഇതുവരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയൊന്ന് പരിശീലിക്കൂ. അത് കഴിഞ്ഞിട്ട് 10 അനുഗ്രഹങ്ങൾ എഴുതാൻ മറക്കരുത്. രാത്രി കിടക്കുമ്പോൾ നമ്മുടെ മാന്ത്രിക കല്ലെടുത്ത് നെഞ്ചോട് ചേർത്ത് നന്ദി പറയുക. അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായി അല്ലേ ആ മാന്ത്രിക കല്ല്. അതാണ്. അപ്പോൾ നിങ്ങളിലുണ്ടാകുന്ന ചേഞ്ച് ഇനി എത്ര ദിവസമുണ്ട്? കേവലം 5 ദിവസം മാത്രം. ഈ 23 ദിവസവും നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ വന്ന മാറ്റം. നിങ്ങളുടെ ചുറ്റുപാടുകൾ ഉള്ളവർക്കും തീർച്ചയായിട്ടും അത് ഫീൽ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ആയിരിക്കണം. നമ്മളിലുള്ള മാറ്റം കണ്ടിട്ട് മറ്റുള്ളവർ അത്ഭുതപ്പെടട്ടെ. നമുക്ക് മാറാൻ പറ്റും. നമുക്ക് നമ്മുടെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നന്ദി കൊണ്ട്, കൃതജ്ഞത കൊണ്ട് നമ്മൾ ചുറ്റുപാട് നോക്കുകയാണ്. ഇതുവരെ നമ്മൾ കാണാതിരുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, ദൈവമേ ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കുണ്ടായിരുന്നു, അതിനെല്ലാറ്റിനും നന്ദി പറയുക. ഏറ്റവും ജീവിതത്തിൽ സന്തോഷമുള്ളവരായി ഇരിക്കട്ടെ, മനസ്സമാധാനമുള്ളവരായി ഇരിക്കട്ടെ. താങ്ക് യു. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ദിവസം നേരുന്നു. ലവ് യു ഓൾ.